അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് ദാവീദ് എഴുതിയ 141 സങ്കീർത്തനമാണ്. ദുഷ്ടന്മാരിൽ നിന്നും അവരുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിക്കുന്നതിനു വേണ്ടി ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് 141 സങ്കീർത്തനം. 141 സങ്കീർത്തനം 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരേണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. നാം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എപ്രകാരം നമ്മോട് ഇടപെടുമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ 81 സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതിയാകും. അതിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. മേത്തരമായ കോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. 81 സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. 141 സങ്കീർത്തനം 1 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത്: ദൈവമേ, വേഗത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരയണമേ എന്നാണ്. അപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം 81 സങ്കീർത്തനത്തിൽ നിന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ബൈബിളിലുടനീളം ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നിറവേറാതെ ഇരിക്കുകയില്ല. കാരണം എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് യിരെമ്യാ പ്രവചനം 1 അധ്യായം 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം നമുക്കെല്ലാവർക്കും ഉറപ്പ് തരുന്നുണ്ട്. ദൈവവചനം അനുസരിച്ചാൽ കർത്താവിൻ്റെ മറുപടി വേഗത്തിലായിരിക്കും. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ അല്പം താമസിക്കുവാനും ഇടയുണ്ട്. നാം നിരാശപ്പെടാതെ ദൈവത്തെ കാത്തിരിക്കുന്നവരും അനുസരിക്കുന്നവരുമായി ജീവിക്കണം. ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. അഹിതോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ ദൈവം അഹിതോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കി തീർത്തുവെന്ന് 2 ശമൂവേൽ 15 അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളും 2 ശമൂവേൽ 16 അധ്യായം 20 വാക്യവും 2 ശമൂവേൽ 17 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 141 സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഭക്തൻ പ്രാർത്ഥിച്ചത്. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 21 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കുമെന്ന് സദൃശവാക്യങ്ങൾ 13 അധ്യായം 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നതെന്ന് മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 34 വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 35 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ തൻ്റെ ദുഷ്ടഹൃദയത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 35 വാക്യമാണ് നാം കേട്ടത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: വായിൽ നിന്നും പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നും വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇവയത്രേ. മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 141 സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ വായ്ക്ക് കാവൽ നിർത്തുവാനും അധരദ്വാരം കാക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് കാരണം ദൈവം അവൻ്റെ വായ് സംരക്ഷിച്ചില്ല എങ്കിൽ അവൻ അശുദ്ധമാക്കുന്ന വാക്കുകൾ ഹൃദയത്തിൽ വരികയും വായിൽ കൂടി അത് പുറത്തേക്ക് പോവുകയും താൻ അതുമൂലം അശുദ്ധനായി തീരുകയും ചെയ്യുന്നു. ഒരു വ്യക്തി അശുദ്ധനായാൽ
ദൈവാത്മാവിന് അവരിൽ വസിക്കുവാൻ കഴിയുകയില്ല എന്ന് ആവർത്തന പുസ്തകം 23 അധ്യായം 14 വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നാം കേട്ട വാക്യത്തിൽ പഴയ നിയമ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ താമസിക്കുന്നതിനായി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പാളയം വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. പാളയം വൃത്തികേടായാൽ ഇസ്രായേൽ മക്കളുടെ പാളയത്തിലേക്ക് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു വരികയില്ല. കാരണം അവൻ വിശുദ്ധനാണ്. യഹോവ പാളയത്തിൽ വന്നില്ലെങ്കിൽ ജനം ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന പാളയം വൃത്തിയായി സൂക്ഷിച്ചാൽ യഹോവ അവരുടെ പാളയത്തിൽ ചെന്ന് അവരെ അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. പുതിയ നിയമ ഇസ്രായേലായ നമ്മോടും കർത്താവ് അത് തന്നെയാണ് കൽപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം അശുദ്ധമാക്കരുത്. നമ്മുടെ ഹൃദയം അശുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് നാം മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 19 വാക്യത്തിൽ കൂടി കേട്ടു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യത്തിലെ ചില കാര്യങ്ങൾ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദുഷ്ചിന്ത എന്നാൽ മറ്റുള്ളവർക്കെതിരെ ദോഷം ചിന്തിക്കുക, മറ്റുള്ളവർക്കെതിരെ കയ്പായിരിക്കുക, വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക, ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക എന്നീ കാര്യങ്ങളാണെന്ന് ചിന്തിക്കാം. ഇവയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കും എന്നതിന് സംശയമില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി കൊലപാതകനാകണമെങ്കിൽ ഒരുത്തനെ കൊല്ലണമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഒരുത്തനെ മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് ആ വ്യക്തി യോഗ്യനാകും എന്നാണ് യേശു പഠിപ്പിച്ചത്. തന്നെയുമല്ല, ഒരു വ്യക്തിയെ കൊല്ലും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചാൽ കൊന്നതിന് സമമായി ദൈവം പരിഗണിക്കുമായിരുന്നു. പഴയ നിയമത്തിൽ ഒരു വ്യക്തി വ്യഭിചാരിയാകുന്നത് പ്രവൃത്തിയിൽ കൂടി മാത്രമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവർ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് യേശു പഠിപ്പിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 5 അധ്യായം 28 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവയെല്ലാം നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. നമ്മുടെ ഹൃദയം അശുദ്ധമായാൽ ദൈവാത്മാവ് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ആ സ്ഥലത്തേക്ക് ദുരാത്മാക്കൾ ഇരച്ച് കയറി വരികയും ചെയ്യുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ കൂടി യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. 1 ശമൂവേൽ 16 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഈ വാക്യം ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, നൗ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹാഡ് ലെഫ്റ്റ് സൗൾ ആൻഡ് ദ ലോർഡ് സെൻഡ് എ ടോർമെൻറ്റിംഗ് സ്പിരിറ്റ് ദാറ്റ് ഫിൽഡ് ഹിം വിത്ത് ഡിപ്രഷൻ ആൻഡ് ഫിയർ. യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുപോയപ്പോൾ വിഷാദവും ഭീതിയും ശൗലിൻ്റെ ഹൃദയത്തിൽ നിറച്ച് അവനെ പീഡിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് ശൗലിൽ പ്രവേശിച്ചു. ദൈവം ദുരാത്മാവിനെ അയച്ചു എന്ന് നാം വായിച്ചു കേട്ടുവെങ്കിലും ദുരാത്മാവിനെ ദൈവം അയക്കേണ്ട ആവശ്യമില്ല. ദൈവാത്മാവില്ലാത്തിടത്തേക്ക് ദുരാത്മാവ് ഇരച്ച് കയറുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 7 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഇവിടെ നാം കേട്ട പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന വാക്യത്തിൽ പാപം എന്നത് പാപത്തിൻ്റെ മൊത്ത വ്യാപാരിയായ സാത്താനാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ അശുദ്ധാത്മാവ് താമസ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നതും കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോൾ തന്നെക്കാൾ ദുഷ്ടന്മാരായ 7 ദുരാത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരികയും താൻ വിട്ടുപോകുന്ന ഭവനത്തിൽ അഥവാ മനുഷ്യഹൃദയത്തിൽ വീണ്ടും കയറി പാർക്കുകയും ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി വലിയ കഷ്ടത്തിലായി തീരുകയും ചെയ്തുവെന്ന് ഈ ഭാഗത്ത് യേശു നമ്മെ പഠിപ്പിച്ചു. ഇവിടെ നീരൊഴുക്കുന്നത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഹൃദയം എന്നും തണുപ്പെന്നത് ഡ്വെല്ലിംഗ് പ്ലേസ് അഥവാ താമസ സ്ഥലം എന്നുമാണ് അർത്ഥം. 1 പത്രോസ് 5 അധ്യായം 8 വാക്യത്തിൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 7 വാക്യത്തിലും മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും 1 പത്രോസ് 5 അധ്യായം 8 വാക്യത്തിലും ഹൃദയവാതിലിന് മുമ്പിൽ പതുങ്ങിക്കിടക്കുന്ന സാത്താനെയും ദൈവാത്മാവില്ലാത്ത പാപമുള്ള ഹൃദയത്തിൽ ചാടിക്കയറുവാൻ തക്കം കാത്തുകിടക്കുന്ന 8 ദുരാത്മാക്കളെയും പാപമുള്ള ഹൃദയത്തിന് ഉടമയെ വിഴുങ്ങുവാൻ അന്വേഷിച്ച് ചുറ്റി നടക്കുന്ന സാത്താനെയും കുറിച്ച് കേട്ടു.
ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ഉറപ്പാണ്. ശൗലിൻ്റെ ഹൃദയത്തിലേക്കോ നമ്മുടെ ഹൃദയത്തിലേക്കോ ദുരാത്മാക്കളെ ദൈവം അയക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടെയും സൂക്ഷിക്കാതെ പാപം അഥവാ അകൃത്യം ഹൃദയത്തിൽ കരുതുമ്പോൾ ആ ഹൃദയം സാത്താന് അവകാശപ്പെട്ടതായി തീരുകയും ആരുടെയും അനുവാദം കൂടാതെ തനിക്ക് സ്വന്തമായ ഹൃദയത്തിലേക്ക് ദുരാത്മാക്കൾ കൂട്ടത്തോടെ കയറുകയും ചെയ്യുന്നു. എവിടെ പാപമുണ്ടോ അവിടെ സാത്താനുണ്ട്. കാരണം സകല ലോകവും സാത്താൻ്റെ അധികാരത്തിൽ കീഴിൽ ആണ് എന്ന് നാം മറക്കരുത്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിലും പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ഒരു വ്യക്തിയിൽ കടന്നാൽ ആ വ്യക്തി നിശ്ചയമായി സമാധാനമില്ലാത്തവനായി തീരുകയും മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. സാത്താനാൽ പിടിക്കപ്പെട്ട വ്യക്തി സമാധാനവും പ്രത്യാശയുമില്ലാത്ത സാത്താനാൽ നിയന്ത്രിക്കപ്പെടുകയും മദ്യപാനത്തിനും മോഷണത്തിനും വ്യഭിചാരത്തിനും അടിമയായി തീരുകയും ഒടുക്കം കൊലപാതകനായി തീരുകയോ ആത്മഹത്യയിലേക്ക് സാത്താനാൽ നടത്തപ്പെടുകയോ ചെയ്ത് നിത്യനരകത്തിന് യോഗ്യത പ്രാപിക്കുന്നു. ശൗലിൽ ദുരാത്മാവ് വന്നപ്പോൾ നിഷ്കളങ്കനും യഹോവാഭക്തനും ശൗൽ രാജാവിനെ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ചവനുമായ ദൈവഭയമുള്ള ദാവീദിനെ തന്നെ കൊല്ലുവാൻ കുന്തം എറിഞ്ഞു. വിജയിക്കാതെ വന്നപ്പോൾ 30,000 പട്ടാളക്കാരെ തിരഞ്ഞെടുത്ത് ദാവീദിനെ കൊല്ലുവാൻ രാജ്യം ഭരിക്കുന്ന ശൗൽ രാജാവ് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഗിൽബോവ പർവ്വതത്തിൽ അമാലേക്കിൻ്റെ വാൾ അവനിൽ വീഴുന്നതുവരെ ശൗലിൽ പ്രവേശിച്ച ദുരാത്മാവ് ദൈവഭക്തനായ ദാവീദിൻ്റെ പിന്നാലെ ശൗലിനെ ഓടിച്ചുകൊണ്ടേയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അതിർദ്വാരം കാക്കണമേ എന്ന്. അതുകൊണ്ടാണ് ദാനിയേൽ തീരുമാനമെടുത്തത് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധൻ ആവുകയില്ല എന്ന്. അതുകൊണ്ടാണ് ജോസഫ് പോത്തിഫറിൻ്റെ ഭാര്യയെ വിട്ട് ഞാൻ ഈ മഹാപാപം യഹോവയുടെ സന്നിധിയിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് പാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. നാം പാപം ചെയ്താൽ നാം അശുദ്ധരാകുകയും ദുരാത്മാവ് നമ്മിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞു. ആ ദുരാത്മാവ് നാം മരിച്ചാലും നമ്മെ വിട്ടു പോവുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. കാരണം പാപം ചെയ്യുന്നവൻ സാത്താൻ്റെ മകനാണെന്ന് നാം കേട്ടുവല്ലോ. നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപം മൂലം പ്രവേശിക്കുന്ന ദുരാത്മാവിനോട് കൂടെ സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമായി നിർമ്മിച്ചിരിക്കുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നാമും അവനോട് കൂടെ വീഴും. പാപം ചെയ്ത ദൈവാത്മാവിനെ നഷ്ടപ്പെടുത്തിയ ശൗൽ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടപ്പോൾ ദുരാത്മാവ് ശൗലിനെ പീഡിപ്പിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്, നിന്റെ സന്നിധിയിലും നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന്. 51-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവാത്മാവ് നമ്മിലുണ്ടെങ്കിൽ വിഷാദമോ വ്യസനമോ അസ്വസ്ഥതകളോ ഒന്നും നമ്മിൽ കടന്നു വരാതെ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും സൂക്ഷിക്കും. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം പാപചിന്തകളാൽ അശുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നത് മാത്രമാണ്. നമ്മിൽ പാപമുണ്ടെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കുവാൻ കഴിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. യേശുവേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനം മുങ്ങിയാൽ യേശു തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുമെന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ അങ്ങ് അവർക്ക് കൃപ കൊടുക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യസനത്തോടെ സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ വ്യസനം മാറ്റിക്കൊടുത്ത് അവർക്ക് സമാധാനത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.